ഓം വിഘ്നേശ്വരായ നമ. നമസ്കാരം. കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അത്തം നക്ഷത്ര ജാതകരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തികഞ്ഞ അഭിമാനികളാണ് അത്തം നക്ഷത്ര ജാതകർ. പലരും ഇവരെ പറ്റിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇവരാരെയും പറ്റിക്കാറില്ല. അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. ഒരു ദിവസം സന്തോഷമാണെങ്കിൽ ആഴ്ചയിലെ മറ്റെല്ലാ ദിവസങ്ങളിലും ദുഃഖങ്ങളായിരിക്കും. പക്ഷേ ഇവരത് പുറത്ത് കാണിക്കാറില്ല. ഇവരാരെയും തന്നെ ആ ഒരവസ്ഥ പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നവരാണ്. അതായത് ദുഃഖം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണെന്ന് അർത്ഥം. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ മാറി മാറി വരുന്നവരാണ്. അധികം പേരും വിദ്യാസമ്പന്നരാണ്. വിദേശത്ത് നിന്ന് പണം കിട്ടുന്നവരുമായിരിക്കും. ശുദ്ധ ഹൃദയരാണ്. ആരെയും ചതിക്കാൻ ഇഷ്ടമല്ലാത്തവരാണ്. ഇവരാർക്കെങ്കിലും ഉപകാരം ചെയ്താൽ തിരിച്ചു കിട്ടുന്നത് ചതിയായിരിക്കും. ഏകാന്തവാസം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. കൂടുതൽ സുഹൃത്തുക്കൾ ഇവർക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ശത്രുക്കളോട് പകരം വീട്ടണമെന്നൊക്കെ താല്പര്യമുണ്ടാകും. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ വിചാരിക്കും, വേണ്ട, അത് വേണ്ട, പകരം വീട്ടണ്ട എന്ന് തോന്നിപ്പോവും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് ശത്രുത ഉണ്ടാവും. അപ്പോൾ പകരം വീട്ടണമെന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും കുറച്ചു കാലം കഴിയുമ്പോൾ ആ ശത്രുതയൊക്കെ അങ്ങ് മാറി പകരം വീട്ടണമെന്നുള്ള ഒരു ഭാവമൊക്കെ അങ്ങ് മാറും. ആദ്യം പകരം വീട്ടണം എന്നുള്ള ഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ പിന്നീട് അവർ അതിൽ നിന്ന് മാറി നല്ല കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും. പകരം വീട്ടാറില്ല. മറ്റുള്ളവർക്ക് ഒരുപാട് സഹായം ചെയ്യുന്നവരാണിവർ. നിഷ്കളങ്കരാണ്. ശാന്ത സ്വഭാവമായിരിക്കും. സവിശേഷതയുള്ള ചിരി ഇവരുടെ മുഖത്തുണ്ടാകാറുണ്ട്. മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ഇവർ ബുദ്ധിമുട്ടിക്കാറില്ല. അതിലില്ലാത്ത സ്നേഹവും സഹായവും ഒക്കെ ഇവർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ തിരിച്ചു കിട്ടുന്നത് മുഴുവനും വിഷമമായിരിക്കും. ആഡംബരമൊന്നും വലിയ താല്പര്യം ഇല്ല. ആഡംബരത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് ഏറെ നല്ലത്. നല്ല ശുചിത്വമുള്ളവരാണ്. വീടും പരിസരമൊക്കെ നല്ലവണ്ണം വൃത്തിയായി സൂക്ഷിക്കുന്നതാണ് ഇവർക്കിഷ്ടം. അപ്പോൾ പരിസരത്തുള്ള വീടുകളും അല്ലെങ്കിൽ പരിസരത്തുള്ള സ്ഥലങ്ങളും ഒക്കെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ്. വൃത്തി വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. പടിപടിയായി ജീവിതത്തിൽ ഉയരുന്നവരാണ് ഇവർ. എന്നാലും അങ്ങനെ ഒരുപാട് ഉയരാറില്ല. ഒരു മീഡിയം ലെവലൊക്കെ സാധാരണ ജീവിതത്തിൽ ഇവർ ഉയരാറുള്ളൂ. ഇവരുടെ വേറൊരു പ്രത്യേകത, ഇവരെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ ഒരു കച്ചവടമോ എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കെ ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ ഇവരുടനെ തന്നെ തൊട്ടടുത്തോ അല്ലെങ്കിൽ അല്പം ദൂരെയോ മാറി വീണ്ടും വീണ്ടും പല പല സ്ഥാപനങ്ങൾ അവർ തുടങ്ങാറുണ്ട്. സാധാരണ രീതിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത്തം നക്ഷത്രക്കാർക്ക് സ്വയം അവർക്ക് തോന്നും, ഞാൻ ഒരുവിധം പച്ച പിടിച്ചു, ഇനി ഒരു കാര്യം ചെയ്യാം, തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു സ്ഥാപനം കൂടെ തുടങ്ങാം, ഒരു കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം കൂടെ തുടങ്ങാം എന്നവർക്ക് തോന്നിപ്പോകും. അപ്പോഴാണ് അവർക്ക് പരാജയം ഉണ്ടാകുന്നത്. സാധാരണ രീതിയിൽ ഇത് മറ്റാരെങ്കിലും പറഞ്ഞാണ് അവർ ചെയ്യുന്നത്, ആളുകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവർ സ്വയം തന്നെ അവർക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാവും. സ്വയം തോന്നിയാണ് അവരിങ്ങനെ അടുത്തടുത്ത് തന്നെ പല പല സ്ഥാപനങ്ങൾ തുടങ്ങും. അതോടുകൂടി അവരുടെ കഷ്ടകാലം തുടങ്ങും. അവരതിൽ വിജയിക്കില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്ക് പാലിക്കണമെന്നൊക്കെ വളരെയധികം ഇഷ്ടമുള്ളവരാണ്. പക്ഷേ വാക്ക് പാലിക്കാൻ അവർക്ക് കഴിയാറില്ല. എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കേണ്ടവരാണ് അത്തം നക്ഷത്രക്കാർ. കാരണം സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ചതിക്കാറുണ്ട് ഇവരെ. എവിടെയെങ്കിലും ജോലിയിൽ പ്രവേശിച്ചാൽ ആദ്യം വളരെയധികം സന്തോഷമായിരിക്കും. പക്ഷെ പിന്നീട് അവർക്ക് തന്നെ തോന്നും, ഇവിടെ ശമ്പളം പോരാ, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ശരിയാകില്ല എന്ന് വിചാരിച്ച് ആ ജോലിയിൽ നിന്ന് അവർ ചാടിപ്പോകാറുണ്ട്. അപ്പോൾ പല പല ജോലികൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സ്വഭാവം ഇവരിൽ കാണുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും അപവാദങ്ങൾ ഇവരെ പറ്റി പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവർ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന് ജീവിതത്തിൽ
കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. സാമാന്യം ധൈര്യമുള്ളവരാണ് സ്ത്രീകളും പുരുഷന്മാരും. എന്നാലും ചില സമയങ്ങളിൽ ധൈര്യം പെട്ടെന്ന് ചോർന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഇവരുടെ എടുത്തു പറയത്തക്ക പ്രത്യേകത വൃത്തി തന്നെയാണ്. വീടും പരിസരമായാലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായാലും ഇവരുള്ള ഭാഗം മുഴുവനും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇവരെപ്പോഴും ശ്രദ്ധിക്കും. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു രീതിയിലും ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹമേ ഇവർക്കില്ല. അങ്ങനെയുള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ജാതകരെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്ഷമാശീലരാണ്, നല്ല സ്വഭാവമുള്ളവരാണ്, കുടുംബഭരണം നടത്താൻ കഴിയുന്നവരാണ്, പൊതുവേദിയിലൊക്കെ നല്ലവണ്ണം തിളങ്ങുന്നവരാണ്. എപ്പോഴും ഇവർ കുടുംബത്തിന്റെ വിളക്കായി അറിയപ്പെടും. അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പാത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധ വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ അധികവും. നല്ല വാക്ചാതുര്യമുള്ളവരാണ്, വിദ്യാസമ്പന്നരായിരിക്കും. അതുപോലെ പുരുഷന്മാരെ പോലെ തന്നെ ഇവർക്കും വിദേശത്തു നിന്നൊക്കെ ധാരാളം പണം ലഭിക്കുന്നവരുമായിരിക്കും. പാചകകലയിൽ വളരെ മിടുക്കരാണ്, കൃഷിയിൽ താല്പര്യമുള്ളവരാണ്. പിന്നെ മുൻകോപം ഉണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ജാതകർ മുൻകോപം കുറച്ചാൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഭാഗ്യ നിറം പച്ചയും വെള്ളയുമാണ്. ഭാഗ്യ നമ്പർ 5 ഭാഗ്യ ദിക്ക് തെക്കാണ്. പിന്നെ ശത്രുക്കളെ പോലും സഹായിക്കുന്ന ഇവർക്ക് 30 വയസ്സ് വരെ അത്ര ശുഭകരമല്ല. എന്നാൽ 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വളരെ നല്ല കാലമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ. പിന്നീട് 46 മുതൽ ഏകദേശം 65 വയസ്സ് വരെ ആരോഗ്യം വളരെ മോശമായിരിക്കും. എന്നാലും സമ്പത്തിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല. വീട് വാഹനമൊക്കെ ആ സമയത്തുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഒരു ദിവസം സന്തോഷിച്ചാൽ ബാക്കി ദിവസങ്ങൾ അവർക്ക് വിഷമം പിടിച്ചതായിരിക്കും. അങ്ങനെയാണ് ഒട്ടുമിക്ക അത്തം നക്ഷത്രക്കാരുടെയും ജീവിതം. പക്ഷെ അവർ ഒരിക്കലും അത് പുറത്ത് കാണിക്കാറില്ല. അത് പുറത്ത് കാണിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാറുമില്ല. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവർ ദുഃഖിതരാണെന്ന് മനസ്സിലാവുകയില്ല. അങ്ങനെ പോകുന്ന നല്ലൊരു നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്രക്കാർ. അശ്വതി, ഭരണി, കാർത്തിക, അനിഴം, മൂലം, ചോതി, രോഹിണി ഈ നക്ഷത്രങ്ങളുമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെയധികം സൂക്ഷിച്ചു വേണം നടത്താൻ. ഇത്രയൊക്കെയാണ് അത്തം നക്ഷത്ര ജാതകരെ പറ്റി ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. നമസ്തേ.